ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് 3 അനുഭവങ്ങളിലൂടെ കടന്നു പോകും. ഒന്നാമത്തത് അവനിക്ക് പരീക്ഷണത്തിന്റെ അനുഭവങ്ങളാണ്. അതിൽ സുഖവും വരാം, അതിൽ സന്തോഷങ്ങളും വരാം, വിഷമങ്ങളും വരാം, രോഗങ്ങൾ വരാം, എല്ലാം വരാം. അങ്ങനത്തെ പരീക്ഷണങ്ങളിലൂടെയാണ് മനുഷ്യൻ ദുനിയാവിലൂടെ കടന്നു പോകുന്നത്. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നീങ്ങുന്ന അനുഗ്രഹങ്ങൾ കൊടുക്കും. പെട്ടെന്ന് ഈ ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ അങ്ങനെയാണല്ലോ, നീങ്ങുന്ന അനുഗ്രഹങ്ങളാണ് അല്ലേ. അവനിക്ക് എങ്ങനെ വേണമെങ്കിലും ആ അനുഗ്രഹങ്ങൾ പടച്ചുറപ്പ് കൊടുക്കും. ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞ് അവനിൽ നിന്ന് നഷ്ടപ്പെടും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ അൽമൗത്ത്. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൂന്നാമത്തെ കാര്യം അവന്റെ മരണമാണ്. ആ മരണമെന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യം കടന്നു വരാത്തവർ ദുനിയാവിലൊരു മഖ്ലൂഖുമില്ലല്ലോ. എന്നാ എന്റെ പ്രിയമുള്ളവരെ ആ ഭൗതിക ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ ഭൗതിക ലോകത്ത് വിജയിക്കാനാ നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്റെ പ്രിയമുള്ളവരെ ജീവിക്കുന്ന കാലഘട്ടം മുഴുവനും ഇതൊരു പരീക്ഷണമാണ്, പരീക്ഷയാണ്. ഇതിന്റെ റിസൾട്ട് വരുന്നത് നാളെ മരിച്ചു ചെന്നാ അള്ളാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാ, ആ പടച്ചു തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ നമുക്ക് അവിടെ വിജയിക്കണമെന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിജയിക്കുന്ന ആളുകളാരെന്നറിയോ? ഈ റബ്ബിന്റെ മുമ്പിൽ പടച്ചവനെ അല്ലാഹുവേ എന്നെ പടച്ച, നിങ്ങളെ പടച്ച, ലോകം മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിലോ അതാ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ അവിടെ നിന്ന് കടന്നു ചെന്ന പ്രകാശിക്കുന്ന മുഖവുമായി കടന്നു വരുന്നവരാരോ? സമാധാനത്തോടുകൂടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നവരാരോ? അല്ലാഹുവിന്റെ മുമ്പിൽ പുഞ്ചിരിച്ചിട്ട് നിൽക്കുന്നവരാരോ? പടച്ചവനെ നാളെ പല ലോകത്തും ആയിഷറയിലേക്ക് പല പല കോലത്തിലായിട്ട് പല ആളുകളും കടന്നു വരുമ്പോ മുഖത്ത് പ്രയാസമില്ലാതെ, മുഖത്ത് വിഷമങ്ങളില്ലാതെ, സങ്കടങ്ങളില്ലാതെ കടന്നു വരുന്ന വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ ബുദ്ധിമാൻ ആരെന്നറിയോ? ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയോ? പടച്ചവനെ IPS-ഉം IAS-ഉം പാസ്സായവനല്ല. ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്നത് പരലോകത്തേക്ക് നന്മകൾ ഉണ്ടാക്കി വെച്ചവനാ. എങ്ങനെയാ നന്മകൾ ഉണ്ടാക്കി വെച്ചതെന്നറിയോ? അൽ കയ്യിസു മൻ ദാന നഫ്സുഹു. ആ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിലെ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ കണക്കെടുപ്പ് നടത്തിയവനാണ്. എന്താണ് റബ്ബേ ഞാൻ ചെയ്തു കൂട്ടുന്നത്? ഒരു ദിവസം കണ്ടതും കേട്ടതും പറഞ്ഞതുമെല്ലാം കണക്കെടുത്തിട്ടോ പടച്ചവനെ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പടച്ചവനെ മനസ്സിലാക്കിയിട്ടോ ജീവിതത്തിൽ തെറ്റ് വന്നത് ആ തെറ്റുകളെ പൊറുപ്പിക്കാൻ നടന്നവനോ, ആ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിയവനോ, തെറ്റുകളുണ്ടെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് മടങ്ങിയവനോ. അതാ നിന്റെ ജീവിതത്തിലെ നന്മകള് വീണ്ടും നന്മകളെ കണ്ടെത്തിയിട്ട് ജീവിതത്തിൽ നന്മകൾ അവിടുന്ന് പടച്ചവനെ കൊണ്ടു നടന്നവനാ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ബുദ്ധിമാന് അവനാ വിജയിച്ചവന്, അവനാ വിജയിച്ചവനെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വൽ ആജിസു, വിവരദോഷി ആരെന്നറിയോ? വിഡ്ഢി ആരെന്നറിയോ? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ. അവന്റെ ശരീരം എന്താ ആഗ്രഹിക്കുന്നത്, അവന്റെ ശരീരം എന്താ ഇഷ്ടപ്പെടുന്നത്, അവന്റെ മനസ്സെന്താ ഇഷ്ടപ്പെടുന്നത്, അവന്റെ ശരീരം അവനോടെന്താ പറയുന്നത്, ആ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ ശരീരവും തന്റെ മനസ്സും തന്റെ ജീവിതം മുഴുവനും കൊണ്ടു നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അവരാണ് ഏറ്റവും വലിയ മണ്ടന്മാരെന്ന്, വിവരദോഷികളെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പടച്ചവനെ ശരീരം ഇഷ്ടപ്പെടുന്നത് ഹറാമിനാ പൊന്നുമോനെ. കള്ള് കുടിക്കാനാ, വ്യഭിചരിക്കാനാ, പലിശ വാങ്ങാനാ, സിഗരറ്റ് വലിക്കാനാ, കഞ്ചാവടിക്കാനാ, കൂട്ടുകാരോടൊപ്പം കൂടുമ്പോ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്, അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, സമൂഹത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം ചെയ്യാനാ നിന്റെ ശരീരം അവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുക. നിന്റെ ശരീരം അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ നിനക്ക് സ്വാധീനം തരാൻ പറയുന്നത് എന്നാ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുനിയാവിലൂടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, വതമന്ന അലല്ലാഹ്, അവൻ വിചാരിക്കുന്ന കാര്യം എന്തെന്നറിയോ, എനിക്ക് ഞാൻ എന്ത് ചെയ്താലും പടച്ച റബ്ബ് പുറത്തു തരുമല്ലോ, അല്ലാഹു തആല എനിക്ക് പുറത്തു തരുമല്ലോ, അല്ലാഹു തആല എനിക്ക് പാപങ്ങളെല്ലാം പൊറുക്കുന്നുവെന്ന വ്യാമോഹമുണ്ടല്ലോ, അവന്റെ മനസ്സിനകത്ത് തുളുമ്പുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ എവിടെയെങ്കിലും ഗാനമേളയുണ്ടെന്ന് പറയുമ്പോ, എവിടെയെങ്കിലും സർക്കസുകാര് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ, എവിടെയെങ്കിലും പള്ളി പെരുന്നാളുണ്ടെന്ന് പറയുമ്പോ, പർദ്ദയും ധരിച്ച് ഷർട്ടും പാന്റും ധരിച്ചിട്ട് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, കടന്നു പോകുന്ന പെങ്ങളെ, അല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യമുണ്ടല്ലോ, നിന്നെ എല്ലാം കാണുന്നുണ്ടോ, എല്ലാം അറിയുന്നുണ്ടോ. പടച്ചവനെ എവിടെയെങ്കിലും പടച്ചവനെ ഇന്ന് ഒരുപാട് സെന്ററുകളിലൂടെ നോക്ക്, കോളേജുകളിലൂടെ ചെന്ന് നോക്ക്, ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് നോക്ക്, ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലേക്ക് ചെന്ന് നോക്ക്, അവിടൊക്കെ ചെന്നാ കാണുന്ന കാഴ്ച എന്തെന്നറിയോ, പടച്ചവനെ ആരും കാണാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് കുട പിടിച്ച് കുടയുടെ മറവിൽ നിന്നിട്ടോ, അല്ലാഹുവേ കുണ്ടും കുഴികളും തെരഞ്ഞെടുത്തിട്ടോ, എത്ര ആളുകളാ, പെൺകുട്ടികളാ, ചെറുപ്പക്കാരാ ഹറാമ് കാണുന്നത്, ഹറാമ് ചെയ്യുന്നത്. പടച്ചവനെ ഇതെല്ലാം നമ്മൾ കാണുമ്പോ, നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ വളർന്നു വരുമ്പോ ആരും അവിടെ നിന്ന് എതിർക്കാൻ കാണുന്നില്ല, ആരും അവിടെ നിന്ന് എതിർക്കാൻ കാണുന്നില്ല. ആരെങ്കിലും അത് എതിർത്താ, ഏത് കാലത്താടാ നീ ജീവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടോ ഈ സമൂഹത്തിലുള്ള മാന്യന്മാരെ അവഗണിക്കുകയോ, അവരാക്രമിക്കുകയോ, അവരെ പ്രലോഭിപ്പിക്കുകയോ. പടച്ചവനെ മോനെ, ആരെങ്കിലും നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് നീ അറിഞ്ഞാൽ, ആരെങ്കിലും നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് നീ അറിഞ്ഞ, നീ അവിടുന്ന് ഓടി മറയുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ ആരും ചെയ്യാത്ത, ആരും കാണാത്ത റൂമുകളുടെ മുമ്പിലോ, റൂമുകളുടെ ഉള്ളറയിൽ പോയിട്ട് കിടക്കുന്നവരുണ്ടല്ലോ, റൂം എടുക്കുന്ന ആളുകളുണ്ടല്ലോ. മോനെ, ആരും കാണാതിരിക്കാനല്ലേ നീ പോകുന്നത്, ആരും കാണാതിരിക്കാനല്ലേ നീ കടന്നു പോകുന്നത്. എന്നാ പടച്ചുറപ്പ് കാണുമെന്നുള്ള ബോധം നിനക്കുണ്ടോടാ? ഈ ദുനിയാവിൽ വെച്ചിട്ടുള്ള അടിമകൾ കാണുമ്പോ നിനക്ക് വസലത്തരവാ, നിനക്ക് പോയത്തരവാ, നിനക്ക് പ്രയാസമാ, നിനക്ക് വേദനകളാ. എന്നാ നിന്നെ പടച്ചുറപ്പുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനെ നീ ഓർക്കുന്നുണ്ടോടാ? ആ പടച്ചുറപ്പ് ഇത് കാണുന്നുണ്ടെന്നുള്ള ബോധം നിനക്കുണ്ടോ? നിനക്ക് വേണ്ടി നിന്നെ കാത്തിരിക്കുന്ന നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും പ്രയാസപ്പെടുമ്പോ, അതാ പടച്ചവനെ നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ സമയങ്ങൾ മാറ്റിവെച്ച പ്രവാചകരുണ്ടല്ലോ, നേരങ്ങൾ മാറ്റിവെച്ച പ്രവാചകരുണ്ടല്ലോ. ആ പ്രവാചകൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാ. എന്റെ ഉമ്മത്തി, എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് മോനെ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ഹബീബ് കാണുകയാ, എല്ലാം ഹബീബ് അറിയുകയാ. അപ്പോഴും എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ടോ അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ കിടന്നിട്ട് പൊറുക്കലിനെ തേടുകയാ. മോനെ, ഓരോ ഉമ്മത്തിനും വേണ്ടിയിട്ട് എന്റെ ഹബീബ് ഉണ്ടല്ലോ,
അവിടുന്ന് പൊറുക്കലിനെ തേടുന്നുണ്ടെന്ന് അല്ലാഹുവേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്. അതാ എൻ്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിനെയാ നമ്മൾ അറിയേണ്ടത്, ആ പ്രവാചകരെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്, ആ പ്രവാചകരുടെ ചര്യ ജീവിതത്തിൽ പകർത്തേണ്ടത്. അതിനാ നമ്മൾ നേരവും കാലവും സമയവും നമ്മൾ കണ്ടെത്തേണ്ടത്. അല്ലാതെ ദുനിയാവിന്റെ പളപളപ്പിന്റെ മുകളിലൂടെ കടന്നു പോയിട്ടോ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ സ്വീകരിച്ചിട്ടോ, പടച്ചവനെ പെണ്ണും കള്ളും പേക്കൂത്തുകളുമായിട്ട് നടക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ, എവിടെയാണടാ റസൂലുള്ളാഹിനെ നിനക്ക് സ്നേഹിക്കാൻ നേരമുള്ളത്? റസൂലുള്ളാഹിനെ സ്നേഹിച്ചെന്ന് പറയാൻ എവിടെയാണടാ നിനക്ക് കഴിയുന്നത്? അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു ബോധം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ. നീ പറയും, ഉസ്താദെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, സുന്നത്തുകളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്, എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ നോക്കുന്നൊരു പെണ്ണും എനിക്കുണ്ട് ഉസ്താദെ. ഉസ്താദെ അവളെന്നോട് മിണ്ടുന്നില്ല, രാത്രി സമയത്ത് മുഴുവനും അവളോട് ചാറ്റ് ചെയ്തിട്ട് നീ കിടക്കും, നീ അവളോട് മെസ്സേജ് അയച്ചിട്ട് കിടക്കും, എല്ലാം ചെയ്യും അല്ലേ, എല്ലാം ചെയ്യും. എന്നിട്ട് നീ പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിസ്കരിക്കുന്നുണ്ടടാ, എല്ലാ നന്മകളും ചെയ്യുന്നുണ്ടടാ. ഹറാമ് കാട്ടിയിട്ട്, ഹറാമ് ചെയ്തിട്ട്, ഹറാമ് കണ്ടിട്ട്, ഹറാമ് ചെയ്ത് പറഞ്ഞിട്ട് നീ അവിടെ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, നന്മകൾ ചെയ്യുന്നു എന്ന് നീ പറഞ്ഞിട്ട് എങ്ങനെയാടാ നിന്റെ നിസ്കാരം അവിടെ നിന്ന് അല്ലാഹു സ്വീകരിക്കുന്നത്?